നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ അപകടത്തെ തുടർന്ന് അധികൃതർ പിടിച്ചെടുത്ത് കുണ്ടന്നൂർ ചാഴിക്കുളം പ്രദേശത്ത് സൂക്ഷിച്ചിരുന്ന വെടിക്കോപ്പുകൾ നിർവീര്യമാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ കോടതി നിർദ്ദേശപ്രകാരം ആരംഭിച്ചു. സ്ഫോടക വസ്തുക്കളുടെ രാസഘടനയും തീവ്രതയും പരിശോധിക്കുന്നതിനായി പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി വെടിമരുന്നുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. നിലവിൽ അതീവ സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ തങ്ങളുടെ ജനവാസ മേഖലയിൽ സൂക്ഷിച്ചിരിക്കുന്നതിൽ ഭീതിയിലായ നാട്ടുകാർ പരിശോധനകൾ വേഗത്തിലാക്കി ഇവ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരമധ്യത്തിലൂടെ ഓട്ടോറിക്ഷ വടം കെട്ടി വലിച്ചുകൊണ്ട് പ്രതിഷേധ യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഓയിൽ പൂൾ അക്കൗണ്ട് റദ്ദാക്കിയ കോൺഗ്രസും വിപണി കോർപ്പറേറ്റുകൾക്ക് തുറന്നുകൊടുത്ത BJPയും ഈ കൊള്ളയ്ക്ക് കാരണക്കാരാണെന്നും ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഈ വിലവർദ്ധനവിന് കേന്ദ്ര സർക്കാർ ശാശ്വത പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സമ്മാനാർഹമായ കേരള സംസ്ഥാന ലോട്ടറിയുടെ വ്യാജ പതിപ്പ് നിർമ്മിച്ച് വിവിധ കടകളിൽ നൽകി പണം തട്ടിയെടുക്കുന്ന അന്തർജില്ലാ തട്ടിപ്പ് സംഘത്തിലെ വിഷ്ണുദാസ്, വിഘ്നേഷ്, മുഹമ്മദ് ഫാസിൽ എന്നീ പാലക്കാട് സ്വദേശികളെ വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ലോട്ടറി ഏജൻസിയിൽ കാറിലെത്തി വ്യാജ ടിക്കറ്റ് നൽകി 5000 രൂപ തട്ടാൻ ശ്രമിച്ച വിഷ്ണുദാസിനെ ഉടമ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മറ്റ് പ്രതികളെ പാലക്കാട്ട് നിന്നും പിടികൂടുകയുമായിരുന്നു. പ്രതികളുടെ വീട്ടിൽ നിന്ന് 1 കോടിയുടെ സമൃദ്ധി ലോട്ടറിയുടെ വ്യാജ പതിപ്പുകളും പ്രിന്റുകളും കണ്ടെടുത്തു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന റോഡിനായി MLA AC മൊയ്തീൻ 4.5 കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഉദ്ഘാടനങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും പണി ആരംഭിച്ചിട്ടില്ലെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. പ്രതിഷേധിച്ച വീട്ടമ്മമാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.